വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കുകളെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവീൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിനകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല എന്ന് താൻ അരുളിച്ചെയ്തു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, 10 കന്യകമാരുടെ ഉപമ ബുദ്ധിയോടും വിവേകത്തോടും കൂടി പ്രവർത്തിച്ചവർ, ബുദ്ധി ഉണ്ടായിട്ടും വിവേകമില്ലാതെ പ്രവർത്തിച്ചവർ, അങ്ങനെ 2 വിഭാഗങ്ങളായി അവരെ 5-5 പേരായി വേർതിരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നാം കാണുന്നുണ്ട്. യുഗാന്ത്യം ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭാഗം നാം കാണേണ്ടത്. ജാഗരൂകരായിരിക്കുവിനെന്ന് ഗൗരവമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. 24-ാം അധ്യായത്തിൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ വരുന്ന യജമാനൻ, 24-ാം അധ്യായം 42 മുതലുള്ള വാക്യങ്ങൾ, മനുഷ്യപുത്രനും 10 കന്യകമാരുടെ ഉപമയിലെ വൈകി വരുന്ന മണവാളനും ഒരാൾ തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. യേശുവിൻ്റെ 2ാമത്തെ ആഗമനമാണ് 3 വിവക്ഷിക്കുന്നത്. ക്രൈസ്റ്റ് വിൽ കം അഗെയിൻ. അവൻ വീണ്ടും വരും. വിധിയെയും വേർതിരിപ്പിനെയും ശിക്ഷയെയും കുറിച്ച് വ്യക്തമായ സൂചനകൾ ഇവിടെ നൽകപ്പെടുകയാണ്. ഒരുങ്ങിയിരുന്നവരെയും തിന്നും കുടിച്ചും മദ്യപിച്ചും സമയത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ജീവിക്കുന്നവരെയും തമ്മിൽ വേർതിരിക്കാനും അവർക്ക് യോജിച്ച രക്ഷയും ശിക്ഷയും നൽകുവാനും മനുഷ്യപുത്രൻ കടന്നു വരുന്നു എന്നുള്ള സൂചന നമുക്ക് നൽകുകയാണ്. സ്വർഗത്തിൽ മണവാട്ടിയുടെ സ്ഥാനം അലങ്കരിക്കുന്നത് അതിഥികളാണ്. അതായത് ക്ഷണിക്കപ്പെട്ടവർ, ദൈവജനം, രക്ഷാകര സമൂഹം. ദൈവജനത്തിന് രക്ഷകൻ നൽകുന്ന രക്ഷാകര സന്ദേശമാണ് പ്രധാനം. അത് ഒരു മുന്നറിയിപ്പായിട്ട് നാം അതിനെ കാണണം. ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. മണവാളിനോടുകൂടി വിവാഹവിരുന്നിലേക്ക് പ്രവേശിക്കുവാനുള്ള മണിക്കൂറാണിത്. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ ദൈവത്തിൻ്റെ മണവാട്ടിയായി ചിത്രീകരിച്ചിരിക്കുന്നതായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവജനമല്ലാത്ത മറ്റൊരു മണവാട്ടി ദൈവത്തിനോ അവിടുത്തെ പരിശുദ്ധനോ ഉള്ളതായി രക്ഷാകര ചരിത്രത്തിൽ സൂചനയില്ല. സ്വർഗരാജ്യത്തിലെ സൗഭാഗ്യത്തെ ഒരു വിവാഹ വിരുന്നിനോട് യേശു ഉപമിച്ചിരിക്കുന്നു. വിരുന്നുശാലയിലേക്ക് പ്രവേശനം ലഭിക്കുകയാണ് സുപ്രധാനം. അതിന് അയോഗ്യരായവരെക്കുറിച്ച് യേശു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
വിവാഹവിരുന്ന് തയ്യാറായിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. മണവാളൻ വന്ന് ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിന് അകത്ത് പ്രവേശിച്ചു. ഒരുക്കമില്ലാത്തവരുടെ നേരെ വാതിലുകൾ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒരുക്കവും ഒരുക്കമില്ലായ്മയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പുറത്തു നിൽക്കേണ്ടി വന്ന കന്യകകളും മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ടതാണ്. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചതുമാണ്. മണവാളൻ പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നാണ്. യഥാർത്ഥ ശിഷ്യൻ കർത്താവേ, കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ടായില്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനായിരിക്കണം. അവനാണ് സ്വർഗരാജ്യത്തിൽ അവകാശി. കർത്താവേ, കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് ദൈവരാജ്യത്തിന് അവകാശിയെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വചനങ്ങൾ കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവർ പാറമേൽ ഭവനം പണിത മനുഷ്യന് തുല്യനായിരിക്കും. വിശ്വാസത്തെ അധിഷ്ഠിതമായ ജീവിതമാണല്ലോ പാറ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ദൈവഹിതം നിറവേറ്റുവാൻ ഒരുവനെ ഒരുക്കുന്നത് വിശ്വാസമാണ്. ദൈവഹിതം നിറവേറ്റി നീതി പ്രവർത്തിക്കുന്നവരാകുവാൻ നിരന്തരം ശ്രമിക്കുക. അപ്പോൾ അവിടുത്തെ വിശ്വാസം മാത്രം പോരാ, അതിനനുയോജ്യമായ പ്രവൃത്തികൾ നമുക്കുണ്ടായിരിക്കണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, അതിന് ജീവനില്ല. നമ്മുടെ വിശ്വാസത്തെ പ്രവൃത്തിയിലൂടെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ജാഗരൂകതയുള്ള വിശ്വാസ ജീവിതം നയിക്കുവാൻ 10 കന്യകമാരുടെ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കത്തുന്ന വിളക്കുമായി വിശ്വാസത്തിൽ എണ്ണയൊഴിച്ചു കൊടുത്തുകൊണ്ട് ആ തിരി ത്യാഗോജനമായി കത്തിയെരിയിച്ചുകൊണ്ട് അനേകർക്ക് പ്രകാശം നൽകി സ്വയം എരിഞ്ഞടങ്ങിയ എല്ലാ വ്യക്തിത്വങ്ങളെയും നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അഭിമാനമായ അൽഫോൺസാമ കഴിഞ്ഞാൽ രണ്ടാമത്തെ വിശുദ്ധ എവുപ്രാസ്യാമയാണല്ലോ. ആ എവുപ്രാസ്യാമയുടെ ജീവിതത്തെ നാം ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ 1877 ഒക്ടോബർ മാസം 17-ാം തീയതി എലവത്തിങ്കൽ ചേർപ്പുകാരൻ അന്തോണി കുഞ്ഞേത്തിയുടെ മകളായി ജനിക്കുന്നു. 87 ഒക്ടോബർ മാസം 25-ാം തീയതി മാമോദിസ സ്വീകരിക്കുന്നു. റോസ എന്ന പേരായിരുന്നു. നിത്യവ്രത വാഗ്ദാനം 1900 ആണ്ട് മെയ് മാസം 24-ാം തീയതിയായിരുന്നു. ഒല്ലൂർ മഠം സുപ്പീരിയറായും 1913 മുതൽ 16 വരെ സേവനമനുഷ്ഠിച്ച സിസ്റ്റർ 1952 ഓഗസ്റ്റ് മാസം 29-ാം തീയതി തൻ്റെ 75-ാമത്തെ വയസ്സിൽ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി. നാമകരണ പരിപാടികൾ 1986 ആരംഭിച്ചു. 87 ദൈവദാസിയായി, 2002 ധന്യയായി, 2006 വാഴ്ത്തപ്പെട്ടവളായി, 2014 നവംബർ മാസം 23-ാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് അവളെ ഉയർത്തി. ഇരിഞ്ഞാലക്കുട രൂപതയിൽ എടത്തുരുത്തി ഇടവകയിൽ മാതാപിതാക്കളുടെ ശ്രീമന്തപുത്രി പിതാവിൻ്റെ നിശ്ചയദാർഢ്യവും തൻ്റെടവും മാതാവിൻ്റെ ശാന്തശീലവും സൗമ്യതയും സഹനാഭിമുഖ്യവും ചെറുപ്രായത്തിലെ സ്വായത്തമാക്കി. മാതാപിതാക്കളുടെ ധന്യമായ ജീവിതം മാതൃക മക്കൾക്ക് എപ്പോഴും പ്രചോദനമാണ്. അതാണ് നാം എവുപ്രാസ്യാമയിൽ കാണുന്നത്. സമ്പന്ന കുടുംബമായിരുന്നെങ്കിലും സ്വർഗത്തിലെ ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്നതിന് പരിശീലിച്ചു. എല്ലാമുള്ളവൻ ഒന്നുമില്ലാത്തവനെ പോലെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഒന്നുമല്ലാത്തവരായ നമ്മയൊക്കെ ഈ നിലയിൽ ആക്കി തീർത്തുവെങ്കിൽ തനിക്കുള്ളതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വം, ശൂന്യവൽക്കരിക്കുവാൻ തന്നെ തയ്യാറായ ഒരു വ്യക്തിത്വം, വിശുദ്ധിയിലേക്കുള്ള അടങ്ങാത്ത ദാഹം ചെറുപ്രായം മുതൽ കാത്തുസൂക്ഷിക്കുവാൻ കഴിഞ്ഞവൾ സമർപ്പണ ജീവിതത്തിൽ അതിനേറെ പരിശ്രമിക്കുകയായിരുന്നു പിന്നീട് ചെയ്തത്. ചെറിയ പ്രാർത്ഥനകളും സുഹൃത ജപങ്ങളും നിരന്തരം ചൊല്ലിക്കൊണ്ട് ദൈവസാന്നിധ്യ സ്മരണയിൽ അവൾ കഴിഞ്ഞു.
ദൈവം എന്നോടുകൂടിയാണ്, ഞാൻ എൻ്റെ ദൈവത്തോടു കൂടിയാണ്. ദൈവം എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. ആ തമ്പുരാൻ്റെ സന്നിധിയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു സമർപ്പിത എന്നുള്ള നിലയിൽ അവൾ ജീവിക്കുകയാണ്. ദീർഘമായ പരിശീലനത്തിന് ശേഷം 1897 അഭിമന്യ ജോൺ മേനാശ്ശേരി പിതാവിൽ നിന്ന് സന്യാസനാമധേയവും ശിരോവസ്ത്രവും സ്വീകരിച്ചു. തിരുസഭയോടുള്ള പുത്രനിർവിശേഷമായ സ്നേഹത്തിൻ്റെയും ആഭിമുഖ്യത്തിൻ്റെയും സാക്ഷ്യം സന്യസ്തരുടെ ശ്ലൈഹിക പ്രവർത്തനത്തിന് ആധികാരികതയും ശക്തിയും നൽകുമെന്ന് ജീവിതത്തിൽ ഉടനീളം എൗപ്രസ്യാമ്മ കാണിച്ചു തന്നു. ദൈവത്തോടുള്ള വിശ്വസ്തത, സഭയോടുള്ള വിശ്വസ്തത, സഭാ അധികാരികളോടുള്ള വിശ്വസ്തത, സഭാ സ്ഥാപകരോടുള്ള വിശ്വസ്തത കൂടിയേ തീരൂ എന്ന് ഉള്ള ബോധ്യം നമുക്ക് എൗപ്രാസ്യാമ്മ കാണിച്ചു തരികയാണ്. തിരുസഭയോടുള്ള അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെ അടയാളമാണ് സഭാധികാരികൾ, വൈദികർ എന്നിവർക്ക് വേണ്ടി എൗപ്രാസ്യാമ്മ നടത്തിയ നിരന്തരമായ പ്രാർത്ഥനകൾ. ഇവരെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് യേശു തമ്പുരാൻ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ എൗപ്രാസ്യാമ്മ തൻ്റെ അധികാരികൾക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് കുറ്റമോ കുറവോ അവയ്ക്ക് തത്തുല്യമായ മറ്റെന്തെങ്കിലുമോ ഉണ്ടാകാതിരിക്കുവാൻ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ആ ജീവിതമാണ് യഥാർത്ഥത്തിൽ അവൾക്ക് സഭയോടുള്ള അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെ അടയാളമായി നാം കാണുന്നത്. അതേപോലെ തിരുസഭാ മാതാവിനെ ബാധിക്കുന്ന ഏത് പ്രശ്നങ്ങളും വിശ്വാസികളുടെ കൂട്ടായ്മയിൽ നിന്ന് വന്നാലും വിശ്വാസമില്ലാത്തവരിൽ നിന്ന് പുറത്തുള്ളവരിൽ നിന്ന് വന്നാലും അത് ഗൗരവപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ട് കന്യകാലയത്തിൻ്റെ ഉള്ളിൽ മാത്രം നിന്ന് പ്രവർത്തിക്കാതെ പുറത്തുള്ള സഭാപ്രശ്നങ്ങളിൽ ഇടപെട്ട വ്യക്തി കൂടിയായിരുന്നു എൗപ്രാസ്യാമ്മ. ഉള്ളിൽ കത്തിപ്പകരുന്ന ദൈവസ്നേഹം, ആ സ്നേഹം അവളെ നിർബന്ധിക്കുകയാണ് പ്രവർത്തിക്കുവാൻ. നിഷ്കളങ്കതയുള്ള ഒരു കുടുംബ പ്രേക്ഷിതയാകുവാൻ അമ്മ ഉപയോഗിച്ച വലിയ ആയുധം പ്രാർത്ഥന തന്നെയായിരുന്നു. താൻ കടന്നു ചെല്ലുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ പ്രശ്നങ്ങളെ സ്വന്തം പ്രശ്നമായി കണ്ടുകൊണ്ട് അത് പരിഹരിക്കുവാൻ തമ്പുരാൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. ദിവ്യകാരുണ്യ ഭക്തിയിൽ അവൾ മുഴുകിയിരുന്നു. യൂക്കറിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചകോടിയും ദിവ്യകാരുണ്യമാണ്. ആ ദിവ്യകാരുണ്യമാണ് നമ്മെ ഒന്നിപ്പിക്കുന്നതും നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതും നമ്മെ ശക്തീകരിക്കുന്നതും ശുദ്ധീകരിക്കുന്നതും എന്നുള്ള ബോധ്യം ആ അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ രോഗം, കടബാധ്യത, കുടുംബപ്രശ്നം എന്നിവയിൽ വേദനിക്കുന്നവർക്ക് ആശ്വാസമായി അവരുടെ ഭവനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവരോട് സംഭാഷണം നടത്തിക്കൊണ്ട് അവർക്ക് പ്രത്യാശയും പ്രോത്സാഹനവും നൽകുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ടുള്ള ആരാധന, 40 മണി ആരാധന, അതേപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലുള്ള പ്രത്യേകമായ ആരാധന, ഇവയിലൂടെയെല്ലാം തമ്പുരാൻ്റെ കാരുണ്യത്തിന് തന്നെയും താൻ കണ്ടുമുട്ടുന്ന ആളുകളെയും സമർപ്പിച്ചുകൊണ്ട് അവൾ ജീവിച്ചു. കുടുംബത്തിൻ്റെ സുസ്ഥിതിക്ക് ഒരമ്മയുടെ പങ്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയ അവൾ, സ്വന്തം അമ്മയിൽ നിന്ന് മനസ്സിലാക്കിയവൾ, കുടുംബിനിമാരായ അമ്മമാർക്ക് ഇങ്ങനെയുള്ള നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് വളരെയധികം പ്രചോദനമായി പ്രവർത്തിച്ചു. ലൗകിക സമ്പത്ത് കുറഞ്ഞാലും ആത്മീയ സമ്പത്ത് കുറയരുത് മക്കളെ എന്ന് കുടുംബാംഗങ്ങളോടും കണ്ടുമുട്ടിയ കുടുംബങ്ങളിലെ അംഗങ്ങളോടും ഈ അമ്മ പറയുമായിരുന്നു. കന്യാസ്ത്രീയായാൽ എൗപ്രാസ്യാമ്മയെ പോലെ ഒരു കന്യാസ്ത്രീയാകണം. അതായിരുന്നു അന്നത്തെ ചൊല്ല്. കാരണം ദൈവത്തിന് സമർപ്പിച്ചവൾ, മനുഷ്യർക്ക് വേണ്ടി സമർപ്പിച്ചവൾ, ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ, ജനത്തിൻ്റെ വേദനയും യാതനയും ദുഃഖവും ദുരിതവും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുയോജ്യമായ രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, കന്യാസ്ത്രീയാകുന്നെങ്കിൽ, ഒരു സിസ്റ്ററാകുന്നുവെങ്കിൽ എൗപ്രാസ്യാമ്മയെ പോലെ
ഒരു സിസ്റ്റർ ആകണം എന്ന്. പ്രാർത്ഥനാ ചൈതന്യം അവൾക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. പരിശുദ്ധ പിതാവ് വിശ്വാസത്തിൻ്റെ വാതിലിലൂടെ നമ്മെ നയിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ എവുപ്രാസ്യാമ്മ സൽപ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം ദിവ്യബലിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാൻ്റെ ബലിയോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും കുർബാനയിൽ വളരെയേറെ ഭക്തിയും ശ്രദ്ധയും ചെലുത്തിക്കൊണ്ട് താൻ കണ്ടുമുട്ടുന്ന ആളുകളെയെല്ലാം തമ്പുരാൻ്റെ ബലിയർപ്പണത്തിൽ കാസായാലും പീലാസായാലും സമർപ്പിക്കുവാൻ കാഴ്ചവയ്പ്പിൻ്റെ അവസരം മുതൽ അവൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ഇതെൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാണെന്ന് തമ്പുരാൻ അരുളിച്ചെയ്യുമ്പോൾ ആ ശരീരവും രക്തവുമായി മാറുവാൻ അവിടുത്തെ ഭക്ഷിക്കുന്നവർക്ക് പാനം ചെയ്യുന്നവർക്ക് തമ്പുരാൻ കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് അവൾ ബോധ്യമുള്ളവളായി ജീവിച്ചു. പരിശുദ്ധ അമ്മയുടെ ഒരു പ്രിയ പുത്രി എന്ന് അവളെ വിശേഷിപ്പിച്ചിരുന്നു. വിശുദ്ധ കുർബാന തമ്പുരാനെ സൂക്ഷിക്കുന്ന പേടകമാക്കി മാറ്റിയെങ്കിൽ പരിശുദ്ധ അമ്മ കർത്താവിനെ സൂക്ഷിച്ച പേടകമെന്നുള്ള നിലയിൽ ഏറെ ആദരിക്കപ്പെടുമ്പോൾ ഒരു കൈക്കുഞ്ഞിനെപ്പോലെ ദൈവമാതാവിൻ്റെ അമലോത്ഭവ ഹൃദയത്തിൽ പറ്റിച്ചേരുവാൻ എവുപ്രാസ്യാമ്മയ്ക്ക് കഴിഞ്ഞു. എൻ്റെ പെറ്റമ്മയേക്കാൾ എന്നെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് പരിപാലിച്ച് വളർത്തിയ എൻ്റെ അമ്മ എന്ന് എവുപ്രാസ്യാമ്മ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമായിരുന്നു. ജപമാല ഭക്തി അഗാധമായ ഈ ബന്ധം ഊട്ടിയുറപ്പിച്ചു. യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ രക്ഷാകരമായ സംഭവങ്ങളെ സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹത്വത്തിൻ്റെതുമായ ഓരോ അനുഭവങ്ങളിലൂടെ പരിശുദ്ധ അമ്മ കടന്നുപോയ കാര്യങ്ങളെ രക്ഷാകര ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവവചനത്തിന് അധിഷ്ഠിതമായി യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു സഹായകമാണല്ലോ ജപമാല പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ എവുപ്രാസ്യാമ്മ അത് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ ധന്യമായ ഒരു ജീവിതമാക്കി മാറ്റുവാൻ പരിശ്രമിച്ചു. തൻ്റെ സഹനങ്ങളിൽ ശക്തി പകർന്ന് വിശ്വാസവും നൽകിയും പരിശുദ്ധ അമ്മ എവുപ്രാസ്യാമ്മയെ ജീവിതത്തിൽ സഹായിക്കുന്നതായി നാം കാണുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന വേദനകൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ ഇവയൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തി പരിശുദ്ധ അമ്മ തനിക്ക് വാങ്ങിക്കൊടുക്കുന്നതായി, തമ്പുരാനിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതായ അനുഭവമാണ് എവുപ്രാസ്യാമ്മയ്ക്കുണ്ടായത്. ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കൊന്തയൊഴിഞ്ഞ കൈകൾ കാണാൻ സാധ്യമല്ല. എപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ട് അമ്മയോടുള്ള ആ ഭക്തിയിൽ, ആ സുഹൃത ജീവിതത്തിൽ തന്നെയും പങ്കാളിയാക്കിക്കൊണ്ട് എവുപ്രാസ്യാമ്മ പ്രാർത്ഥിച്ചു. സഹോദരങ്ങളുടെ കാവൽക്കാരി എന്ന് ആളുകൾ അമ്മയെ വിളിക്കുവാൻ തുടങ്ങി. കുടുംബാംഗങ്ങളുടെ മാത്രമല്ല, എന്നും മറ്റുള്ളവർക്ക് ഒരാശ്വാസമായി അവൾ ജീവിച്ചു. തൻ്റെ ജീവിതം മുഴുവൻ സഹോദരങ്ങളുടെ വിഷയങ്ങളിൽ കാവൽ നിന്ന് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ഉള്ള പരിശ്രമമായി അവൾ കാണുകയാണ്. വിദ്യാർത്ഥികളുടെ ഒരു പ്രത്യേക മധ്യസ്ഥയായിട്ട് എവുപ്രാസ്യാമ്മയെ കാണുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ അമ്മയുടെ അടുത്തേക്ക് ഓടി വരും. അമ്മയുടെ നിഷ്കളങ്കമായ ആ സ്നേഹം മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങൾ, ആ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരമ്മ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരമ്മ, അവരിലുള്ള അനന്ത സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരമ്മ എന്നുള്ള നിലയിൽ എവുപ്രാസ്യാമ്മ കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ഒരമ്മയായി മാറുകയായിരുന്നു. പരീക്ഷ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വന്ന് അമ്മയെ പ്രാർത്ഥിക്കണം, ഞങ്ങളെ മറക്കല്ലേ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്ന മറുപടി മരിച്ചാലും മറക്കില്ലട്ടോ എന്നാണ്. അപ്പോൾ ഒരിക്കലും മറക്കുകയില്ല, നിങ്ങളെ എല്ലാവരെയും എന്നും ഓർക്കും, ഞാൻ മരിച്ചാലും നിങ്ങളെ ഓർക്കും. സ്വർഗീയ ഭവനത്തിൽ ആയിരുന്നു കൊണ്ട് എല്ലാവരെയും ഓർക്കുവാനും സമർപ്പിക്കുവാനും കഴിയുന്ന ഒരു വ്യക്തിത്വമായി എവുപ്രാസ്യാമ്മ മാറി. അടുക്കളയിലെ മാലാഖ എന്ന് ഈ അമ്മയെ വിശേഷിപ്പിക്കുമ്പോൾ മറ്റുള്ളവരാരും അറിയാത്ത ആളുകളാണ് അടുക്കളയിൽ സേവനമനുഷ്ഠിക്കുന്നവർ.
അവരുടെ പ്രയാസങ്ങൾ, അവരുടെ സംഭാവനകൾ, അവരുടെ സഹകരണം ഒക്കെ മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഈ അമ്മ അടുക്കളയിൽ പോയി അവരോട് സംഭാഷണം നടത്തി അവരെ സഹായിച്ച് ഒക്കെ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആശ്രമത്തിലെ അധ്വാനിക്കുന്നവരോട് ഹൃദയ അനുഭവം, അനുകമ്പ, വാത്സല്യം, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ നിർവഹിക്കുവാൻ കഴിഞ്ഞതിനാൽ വേലക്കാരോട് കാണിച്ച കാരുണ്യം ഏറെ ശ്രദ്ധേയമാണ്. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥന കൊണ്ട് പ്രവർത്തനങ്ങളെ വിശുദ്ധീകരിക്കുവാൻ അമ്മ തന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ പ്രാർത്ഥന ഇല്ലാത്ത പ്രവർത്തനം കൊണ്ട് പ്രയോജനമില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണ് തമ്പുരാൻ ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി അതിനനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫലം ലഭിക്കുകയാണ്. ഓരായത്തിൽ അബോറ, പ്രാർത്ഥന മാത്രമല്ല അതിൻ്റെതായ പ്രവർത്തനങ്ങളും, പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ വേണം. യേശു തമ്പുരാൻ രാത്രിയുടെ നീണ്ട യാമങ്ങൾ മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ശക്തി ആർജിച്ചത് എന്ന് കാണുമ്പോൾ പ്രാർത്ഥനയിലൂടെയുള്ള പ്രവർത്തനങ്ങളാണ് നാം നടത്തേണ്ടതെന്ന് എവുപ്രാസ്യാമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രോഗികൾക്കരിയിലെ ദൈവസാന്നിധ്യം. രോഗാവസ്ഥയിൽ, നിസ്സഹായാവസ്ഥയിൽ ആര് സഹായിക്കുമെന്ന് ഒരുപക്ഷെ നിരാശയിൽ കഴിയുന്ന രോഗികളുടെ അടുത്തേക്ക് പ്രത്യാശയോടുകൂടി ഈ അമ്മ കടന്നു ചെന്നുകൊണ്ട് രോഗികളോട് കാരുണ്യവും കരുതലും കാണിച്ചു. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ ജീവൻ നേടിയെടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ മോചനദ്രവ്യമായി നൽകുവാനുമാണ് ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടിയാണ്. ആ ജീവിത സമൃദ്ധി അനേകർക്ക് നൽകുവാൻ വേണ്ടി സേവനത്തെ ഉന്നതമായ ഒരു ലക്ഷ്യമാക്കി കണ്ടുകൊണ്ട് തൻ്റെ സമൂഹാംഗങ്ങൾക്കതൊരു വലിയ മാതൃകയായി, പ്രചോദനമായി നൽകിക്കൊണ്ട് അമ്മ പ്രവർത്തിക്കുകയുണ്ടായി. സ്വന്തം ആഗ്രഹങ്ങളും വളരെ പരിമിതമായിരുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന, കൂടുതൽ ഒന്നും ആഗ്രഹിക്കാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരമ്മയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സമാധാനപൂർണമായ നല്ല മരണത്തിന് രോഗികളെ അമ്മ ഒരുക്കി. ആരും നശിക്കുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണം. അതിനാണല്ലോ തൻ്റെ ഏകജാതനം നൽകുവാൻ പരമപിതാവ് ഔദാര്യം കാണിച്ചത്. ആ ഉദ്ദേശത്തോടു കൂടി അമ്മ സമാധാനപൂർണമായി രോഗികൾ ഈ ലോകത്തെ വിട്ട് കടന്നു പോകുവാൻ അവരുടെ കിടക്കയ്ക്കരികെ പോയി പ്രാർത്ഥിച്ച് അവരെ ശക്തിപ്പെടുത്തിയ ഒരമ്മയാണ് നാം കാണുന്നത്. ബുദ്ധിയുള്ള കന്യകയെപ്പോലെ വിശ്വാസത്തിന് വിളക്ക് തെളിച്ചുകൊണ്ട്, സ്നേഹത്തിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ട്, ത്യാഗോജ്വലമായി കത്തിയെരിയുന്ന തിരി പോലെ തൻ്റെ ജീവിതത്തെ ഒരു പ്രകാശമായി മാറ്റുവാൻ കഴിഞ്ഞ ആ സഹോദരി നിത്യതയിൽ, നിത്യപ്രകാശത്തിൽ വിലയം പ്രാപിച്ചിരിക്കുമ്പോൾ സമയമോ മണിക്കൂറോ നമുക്കാർക്കും അറിയില്ല. വിശ്വസ്തയോടുകൂടി, വിവേകത്തോടുകൂടി മുമ്പോട്ട് പോകുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും വിശുദ്ധ എവുപ്രാസ്യാമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും, കുടുംബങ്ങൾക്കും, കൂട്ടായ്മയ്ക്കും, നാടിനും സമൃദ്ധമായി നൽകട്ടെ.